ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നടക്കില്ല. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. അറിയാം, നീ തരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാവിധ സംവിധാനത്തോടും കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ വന്നത്. ഇതെന്റെ വക ഒരു ഗിഫ്റ്റാണ്. ഇത് വിക്രമിന്, ഇത് വർഷയ്ക്ക്. താങ്ക് യു. നിർത്ത്. ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം? പല ഡെപ്പാങ്കൂത്ത് കളിയും നടക്കുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. മോള് പേടിക്കണ്ട, വന്ദനാമ്മയല്ലേ? രാഖി എന്താ വന്നത്? അല്ല, ഇതാരും മാധവനങ്കിളോ? വന്നത് നിങ്ങളുടെ ഡെപ്പാങ്കൂത്ത് ചടങ്ങിൽ പങ്കെടുത്ത് ചുവട് വെക്കാനൊന്നുമല്ല. ആ അറിയാം. കാര്യം, ഈ വീട്ടിലെ ഗ്രഹനാഥനായ ഞാൻ ഈ ചടങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ടവരെയും മാന്യമായി ജീവിക്കുന്നവരെയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല മറുപടി. അഷ്ടിക്ക് വകയില്ലാത്ത മാധവൻ നായരുടെ മുന്നിൽ മാന്യതയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഗുഡ് ലിസ്റ്റിൽ കയറാൻ വന്നതൊന്നുമല്ല രാഖി. ആ പോലീസിനെയും പട്ടാളത്തിനെയും കൂട്ടി വന്നപ്പോ അത് മനസ്സിലായി. നിങ്ങളല്ലേ മാധവൻ നായര്? വെറുതെ തിണ്ണമിടുക്ക് കാണിക്കാൻ നിന്ന് സീനുണ്ടാക്കണ്ട.
അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വെറുതെ സീനുണ്ടാക്കാൻ നിൽക്കണ്ട. എസ്ഐയോടാ നീ. നിർത്ത്. ആളറിഞ്ഞു വേണം എടാ പോടാന്നൊക്കെ സംബോധന ചെയ്യാൻ, കേട്ടോടാ SI. യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയ 16 ദിവസം ജയിലിൽ കിടന്ന് കൊതുകടി കൊള്ളേണ്ടി വരും സാറന്മാര്. മനസ്സിലായോ? ആ സെക്ഷനും വകുപ്പും ഒക്കെ ഈ മുണ്ടും കുത്തി നിൽക്കുന്ന അണ്ണന്മാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക വക്കീൽ സാറേ. വേണ്ട, പറഞ്ഞു ബുദ്ധിമുട്ടൊന്നും വേണ്ട. സെക്ഷനും വകുപ്പും ഒക്കെ എനിക്കും അറിയാം. ഇതുവരെ പോലീസിനെ കൈവച്ച കേസിന് ജയിലിനകത്ത് പോവുകയോ കൊതുകടി കൊള്ളുകയോ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അങ്ങനൊരവസ്ഥ ഏമാനായിട്ട് ഉണ്ടാക്കാൻ നിന്ന ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ തൊപ്പി കയറ്റി വെക്കാൻ ആളുണ്ടാവില്ല. ആ മതി. ആ രാഖി വന്ന കാര്യം പറയേ. അത് ന്യായം. ഞാൻ വന്നത് ദിയെ കൊണ്ടുപോകാനാ. നടക്കില്ല. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. അറിയാം, നീ തരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാവിധ സംവിധാനത്തോടും കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ വന്നത്. ഇതിന്റെ ഏട്ടന്റെ മോള. ഇവളെ വളർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനാ. അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത നിന്റെ കൂടെയല്ല ഇവള് വളരേണ്ടത്. സംഗതി രാഗി പറയുന്നത് തന്നെയാ ശരി. പക്ഷേ അന്നൊരു എഗ്രിമെന്റ് വെച്ചപ്പോ രാഗി എന്തോ ഓർക്കാഞ്ഞത്? അന്ന് ഈ ബോധോദയം വന്നില്ലായിരുന്നോ? മാനത്തെ കൊട്ട